ഇക്ക ഉം. ഇന്നലെ അപ്പത്തെ ചേച്ചി അണ്ണനും കൂടെ അവിടെ വന്ന് നോമ്പ് കുറിക്കാൻ വിളിച്ചിട്ട് അവര് നോയമ്പ് തുറക്കാൻ വിളിച്ച നമ്മളെ എന്താ പറ്റി? കാര്യം പറഞ്ഞേന്ന് പറഞ്ഞായിരുന്നു. ആ, അതെ, 2 ദിവസം മുമ്പ് ചേച്ചി ഇവിടെ വന്നായിരുന്നു. ഇവിടെ വന്നിട്ട് നീയത്തും ഈ നോമ്പിനെ കുറിച്ചുള്ള ഇതൊക്കെ ചോദിച്ചായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു കൊടുത്തു, നീയത്തും ഒക്കെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ അവര് നോമ്പ് പിടിച്ചപ്പോഴത്തേക്ക് ആരോർത്തും ഇവര് ചോദിച്ചപ്പോഴത്തേക്ക് നോമ്പിനെ കുറിച്ച് ചോദിച്ചു. അന്നേരം അവര് ഈ നോമ്പിന് ഒരു കാരയ്ക്ക കൊടുത്താലും പ്രതിഫലമാണ് അവര് പറഞ്ഞത്. അങ്ങനെ അവരെല്ലാരും കൂടി ചേർന്ന് നോമ്പ് പിടിച്ചും വെച്ചിട്ട് നോമ്പ് മുറിക്കാനായിട്ട് നമ്മളെയും കൂടെ വിളിക്കാം അങ്ങനെ വന്നേ. അത് നല്ല കാര്യം, അൽഹംദുലില്ലാ. മറ്റേ ഇതൊക്കെ മുമ്പ് നമ്മളെ മതത്തില് ഈ നമ്മളെ നോയമ്പുകാര് മുമ്പ് 20 വർഷത്തിന് മുമ്പേ എല്ലാ വീട്ടിലും നല്ല കുറച്ച് സാമ്പത്തികമുള്ള വീട്ടുകളിലൊക്കെ നോയമ്പുറിപ്പുണ്ടായിരുന്നു. അവര് വിളിച്ച് നോയമ്പ് കുറിപ്പിച്ചിട്ട് നോയമ്പ് എല്ലാം കഴിഞ്ഞ് ഇറങ്ങി പോകുമ്പോൾ നിസ്കാരം വരെ ആ വീട്ടിൽ നടത്തുന്നത്. ഭാര്യ നിസ്കാരം വരെ നടത്തിയിട്ട് ആഹാരം കഴിച്ച് പോകുമ്പോഴത്തേക്ക് കൈമടക്ക് കൊടുത്തു വിടും. മുമ്പ് 10-20 വർഷത്തിന് മുമ്പ്. കാരണം എൻ്റെ വാപ്പ ഒക്കെ അന്ന് നോയമ്പ് കുറിക്കാൻ പോയിട്ട് വന്നിട്ട് ഉമ്മയുടെ പൈസ കൊടുക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എവിടുന്ന് അമ്മ ചോദിക്കാൻ പറയും ഞങ്ങൾക്ക് നോയമ്പ് കുറിക്ക് ഉണ്ടായിരുന്നു അതൊന്ന് കിട്ടിയാൽ മതി. ഇപ്പം അതില്ല. ഇപ്പം എന്ന് പറഞ്ഞാൽ കുറേ ആഹാരം വെച്ച് ഇഫ്താർ സംഗമം, പിന്നെ കുറേ വീട്ടുകളിൽ അതൊരു ചടങ്ങായിരിക്കുക, ഭക്ഷണം വെച്ചു കൊടുക്കും. മതത്തിലുള്ളവരല്ലേ, അവർക്ക് മുൻഗണനയാ ഈ നോമ്പിനെ കുറിച്ച്. ഈ ഇപ്പൊ പറഞ്ഞ ആഹാരം വെച്ച് കൊടുത്ത് ആൾക്കാർ നോയമ്പ് കുടിപ്പിക്കുന്ന ഒരു ചടങ്ങായിരിക്കും. ഇപ്പൊ പഴയതുപോലൊന്നുമില്ല. ആഹാരം ഇല്ലാത്ത വീടുകളുണ്ട്. റമദാൻ മാസത്തിൽ എല്ലായിടത്തും ഭക്ഷണമുണ്ട്, അവർക്ക് ഉണ്ടാകാം. പക്ഷെ ഒരു തൃപ്തിക്ക് വേണ്ടി ഒരു സദക്ക നോയമ്പ് കുറിപ്പിച്ചിട്ട് കൊടുക്കുന്ന ഒരു ഹയറാകും. ഇപ്പൊ ആരും ചെയ്യുന്നില്ല. ഇനിയിപ്പം കാലം കഴിയുന്തോറും ഇത് മാറിക്കൊണ്ടേയിരിക്കും. ആരും നോയമ്പ് കുറിപ്പും കാണത്തില്ല. നമ്മുടെ സമാധാനത്തെ ഇല്ലാതാക്കുന്നു. ഇന്നലെ അപ്പത്തെ ചേച്ചി അണ്ണനും കൂടെ അവിടെ വന്ന് നോമ്പ് കുറിക്കാൻ വിളിച്ചിട്ട് അവര് നോയമ്പ് തുറക്കാൻ വിളിച്ച നമ്മളെ എന്താ പറ്റി? കാര്യം പറഞ്ഞേന്ന് പറഞ്ഞായിരുന്നു. അതെ, 2 ദിവസം മുമ്പ് ചേച്ചി ഇവിടെ വന്നായിരുന്നു. ഇവിടെ വന്നിട്ട് നീയത്തും ഈ നോമ്പിനെ കുറിച്ചുള്ള ഇതൊക്കെ ചോദിച്ചായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു കൊടുത്തു, നീയത്തും ഒക്കെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ അവര് നോമ്പ് പിടിച്ചപ്പോഴത്തേക്ക് ആരോർത്തും ഇവര് ചോദിച്ചപ്പോഴത്തേക്ക് നോമ്പിനെ കുറിച്ച് ചോദിച്ചു.